Welcome to BSC Physics session, and this is the 37th lecture and 11th lecture in computer C language program. 11th lecture and the 37th lecture for the paper Digital Electronics and Computer Science, BSc Session Physics, Functions in C. Today's topic is Functions in C. C-le functions. What is a function in C? C-le function എന്ന് പറഞ്ഞാൽ എന്താണ്? Function in C programming is a reusable block of code. Reusable block of code that makes a program easier to understand, test, and can easily be modified without changing the calling program. Functions divide the code and modularize the program for better and effective results. In short, a larger program is divided into various subprograms which are called functions. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്ത് കുറേ ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ ഓരോ ഭാഗത്തെയും ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിലുള്ള ബ്ലോക്ക് ഓഫ് കോഡാണ്, ഒരു ബ്രേസിനകത്തുള്ള ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഫംഗ്ഷൻ തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കുറച്ച് ഈസിയറായിട്ട് തോന്നും. നമുക്ക് മനസ്സിലാക്കാനായിട്ടും ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ഈ ഫംഗ്ഷനായിട്ട് തിരിക്കുന്നത് നന്നായിരിക്കും. ഫങ്ഷൻസ് ഡിവൈഡ് ദ കോഡ് ആൻഡ് മോഡുലറൈസ് ദ പ്രോഗ്രാം ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അത് ഫങ്ഷൻസ് പ്രോഗ്രാമിനെ വിവിധ കോഡുകളായിട്ട് ഭാഗിക്കും. അപ്പോൾ നമുക്ക് പല മോഡുകളായിട്ട് മാറും. അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഫങ്ഷൻ്റെ ഉപയോഗം. ഇപ്പോൾ ഫംഗ്ഷൻ നമ്മൾ എന്താ ചെയ്യണം? ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പലതായിട്ട് ഭാഗിക്കും. അതിൻ്റെ ഡയഗ്രമാണിത്. ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3 അങ്ങനെ ഭാഗിക്കാം. ഒരു മെയിൻ ഫംഗ്ഷൻ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടാണ്. അതുണ്ടെങ്കിൽ അതിന് വീണ്ടും നമുക്ക് സബ് സെക്ഷനായിട്ട് ഭാഗിക്കാം. ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3, ഫംഗ്ഷൻ 4 അങ്ങനെ ഭാഗിക്കാം. When you divide a large program into various functions, it becomes easy to manage each function individually. Whenever an error occurs in the program, you can easily investigate faulty functions and correct only those errors. അപ്പോൾ ഇത് ഒരു ലാർജ് പ്രോഗ്രാമിനെ നമുക്ക് അനേകം ഫംഗ്ഷനായിട്ട് ഭാഗിക്കാം. അങ്ങനെ ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് മാറും. എവിടെയെങ്കിലും ഒരു പിശക് പറ്റിയാൽ, when an error occurs in the program, we can easily investigate faulty functions and correct only those errors. അപ്പോൾ ഈ എവിടെയെങ്കിലും ഒരു പിശക് പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം ഒരു വലിയ പ്രോഗ്രാമിനെ അനേകം ഫങ്ഷൻസായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം കംപ്ലീറ്റ് തിരുത്തണ്ട, കംപ്ലീറ്റ് വായിക്കേണ്ട, ആ റെസ്പെക്റ്റീവ് ഫംഗ്ഷൻ മാത്രം വായിച്ചിട്ട് അവിടെ കറക്ഷൻ നടത്തിയാൽ മതി. ഫങ്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തില്ല എങ്കിൽ നമ്മൾ പ്രോഗ്രാം കംപ്ലീറ്റ് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഫംഗ്ഷനായിട്ട് ഭാഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ മാത്രം, ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രം നോക്കി അവിടെ എറർ കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ സമയലാഭം കൊണ്ട് നമുക്ക് പെട്ടെന്ന് എറർ കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇപ്പോൾ 2 തരം ഫംഗ്ഷനാണ് C ലാംഗ്വേജിലുള്ളത്. അതിനെ നമ്മൾ ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയും, അതുപോലെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നും പറയും. ലൈബ്രറി ഫങ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഇവിടെ നമ്മൾ ലൈബ്രറി ഫങ്ഷൻസ് വേഴ്സസ് എഗൻസ്റ്റ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഒരു കമ്പാരിസണാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലൈബ്രറി ഫങ്ഷൻസ് പറയും. അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ലൈബ്രറി ഫംഗ്ഷനെ വിളിക്കുന്നവരെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയും. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഈ C സോഫ്റ്റ്വെയറിനകത്ത്, C പാക്കേജിനകത്ത് വരുന്ന ഫംഗ്ഷനാണ്. നമ്മൾ പ്രത്യേകം എഴുതി ചേർക്കേണ്ട ഫംഗ്ഷൻ അല്ല. അതുകൊണ്ടാണ് ഇതിനെ ലൈബ്രറി ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഓരോ പ്രോഗ്രാമിനും വേണ്ടി പ്രത്യേകം നമ്മൾ തയ്യാറാക്കുന്ന ഫംഗ്ഷനായിരിക്കും യൂസർ ഡിഫൈൻഡ്. അപ്പോൾ 2 തരം ഫംഗ്ഷനാണ് C പ്രോഗ്രാമിൽ വരിക. ഒന്ന് ലൈബ്രറി ഫംഗ്ഷൻസും 2 യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും. ലൈബ്രറി ഫംഗ്ഷൻസ് ആ പ്രോഗ്രാമിൽ, ആ പാക്കേജിൽ, ആ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. നമ്മൾ പ്രത്യേകം കൊണ്ടുവന്ന് കൊടുക്കണ്ട. പക്ഷേ യൂസർ ഡിഫൈൻഡ് അങ്ങനെയല്ല, നമ്മൾ തീരുമാനിക്കുന്ന ഫംഗ്ഷനാണ്. എവറി C പ്രോഗ്രാം ഹാസ് അറ്റ്ലീസ്റ്റ് 1 ഫംഗ്ഷൻ. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. വിച്ച് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ. ബട്ട് എ പ്രോഗ്രാം ക്യാൻ ഹാവ് എ നമ്പർ ഓഫ് ഫംഗ്ഷൻസ്. ഒരു മെയിൻ ഫംഗ്ഷൻ തീർച്ചയായിട്ടും വേണം, പിന്നെ എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും ആകാം. ദ മെയിൻ പാരന്തസിസ് ഫംഗ്ഷൻ ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എ പ്രോഗ്രാം. എല്ലാ C പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യേണ്ടത്
ഈ മെയിൻ പാരന്തസിസിലാണ്. നമ്മൾ എല്ലാ പ്രോഗ്രാമും കാണുന്നതല്ലേ, ഹാഷ് ഇൻക്ലൂഡ് stdio.h, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാഷ് ഇൻക്ലൂഡ് CONIOH, പിന്നെ മെയിൻ പാരന്തസിസ്. ആ മെയിൻ പാരന്തസിസ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ മെയിൻ പാരന്തസിസ് എല്ലാത്തിൻ്റെയും ഒരു സ്റ്റാർട്ടിങ് ഫങ്ഷനാണ്. In C programming, functions are divided into two types, library functions and user-defined functions. The difference between the library and user-defined functions in C is that we do not need to write a code for library function. It is already present inside the header file, which we always include at the beginning. അപ്പോൾ രണ്ട് തരം ഫംഗ്ഷനാണ് സീലാത്തുള്ളത്. ഒന്ന് ലൈബ്രറി ഫംഗ്ഷൻ, രണ്ടാമത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ലൈബ്രറി ഫംഗ്ഷൻ നമ്മൾ എഴുതി ചേർക്കേണ്ട കാര്യമില്ല, അത് ഹെഡർ ഫയലിനകത്ത് തന്നെ ഉണ്ട്. അത് പ്രോഗ്രാമിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ കൊടുക്കും. എന്നാൽ a user defined function is a type of function in which we have to write a body of a function and call the function whenever we require the function to perform some operation in our program. അപ്പോൾ ഈ ബിൽട്ടിൻ ഫംഗ്ഷൻ, ലൈബ്രറി ഫംഗ്ഷൻ നമ്മൾ പുറത്ത് എഴുതുന്നുണ്ട്, അത് ഈ പിന്നെ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. നേരെ മറിച്ച് പിന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഓരോ പ്രോഗ്രാമിനും ഓരോ രീതിയിലാണ്. നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ മാത്രം കൊടുക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ കാൾ ചെയ്യണം, നമുക്ക് ആവശ്യമുള്ളപ്പോൾ കാൾ ചെയ്യണം. മറ്റത് ഓട്ടോമാറ്റിക്കാണ്. whenever we require the function to perform some operation in our program. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ബോർഡിനകത്ത് ചേർക്കുന്ന പുതിയ ഫംഗ്ഷനാണ് യൂസർ ഡിഫൈൻ. അത് നമ്മൾ കോൾ ചെയ്യണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ. മറ്റത് ബിൽട്ടിൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. A user-defined function is always written by the user. യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന നമ്മളിനാണ് യൂസർ എന്ന് പറയുന്നത്. യൂസർ ചെയ്യുന്ന ഫംഗ്ഷനാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ബട്ട് ലേറ്റർ ഇറ്റ് ക്യാൻ ബി എ പാർട്ട് ഓഫ് C ലൈബ്രറി. അത് വേണമെങ്കിൽ C ലൈബ്രറിയുടെ ബിൽട്ടിൻ ഫംഗ്ഷൻ ആക്കാം. ഇറ്റ് ഇസ് എ മേജർ അഡ്വാൻറ്റേജ് ഓഫ് C പ്രോഗ്രാമിംഗ്. അപ്പോൾ C പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് അതാണ്, ഫ്ലെക്സിബിലിറ്റിയാണ്. നമ്മൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് മെയിൻ ഫംഗ്ഷൻ പാർട്ടാക്കി മാറ്റാം. C programming functions are divided into three activities such as, ഈ C പ്രോഗ്രാമിൻ്റെ ഈ ഫംഗ്ഷൻസ് ഫംഗ്ഷൻ ആക്ടിവിറ്റി നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കും. ഒന്ന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, രണ്ടാമത്തെ ഫംഗ്ഷൻ ഡെഫിനിഷൻ, അപ്പോൾ മൂന്നാമത്തെ പോലെ പിന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല, അത് ഫംഗ്ഷൻ കോൾ ആകട്ടെ, ഫംഗ്ഷൻ കോൾ. അപ്പോൾ മൂന്നാമത്തെ ഒന്ന് വ്യക്തമായിട്ട് എഴുതണേ. The first one is function declaration, second one is function definition, and third one is function call. Function call എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോൾ, CIL കോൾ. മൂന്നാമത്തെ ഫംഗ്ഷൻ കോൾ. ഇനി നമുക്ക് സിയിലെ കുറച്ച് സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് ഒന്ന് കേൾക്കാം. C സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ്. ഈ C സോഫ്റ്റ്വെയറിൽ ഏതെല്ലാം സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ്, ഏതെല്ലാം ബിൽട്ടിൻ ഫങ്ഷൻസ് ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. In this class, you will learn, or we will learn about the standard library functions in C. More especially, what are the different library functions in C and how to use them in our program. അപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്നത് ഈ C ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട ലൈബ്രറി ഫങ്ഷൻസ് ആണ്, ബിൽട്ടിൻ ഫങ്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. C standard library functions, or simply C library functions, are inbuilt functions in C programming. അതിനകത്ത് തന്നെയുള്ള ഫംഗ്ഷൻ ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ്. The prototype and data definitions of these functions are present in the respective header files. ഹെഡർ ഫയൽസിൽ ഇതെല്ലാം കാണും, ഈ ഫംഗ്ഷൻസ് എല്ലാം കാണും. To use these functions we need to include header file in our program. അപ്പോൾ ഹെഡർ ഫയൽ കൊടുത്താൽ ഈ ഫങ്ഷൻസ് ഒക്കെ വരികയുള്ളൂ. അതാണ് നമ്മൾ ഇൻറ്റ് മെയിൻ എന്നൊക്കെ ആദ്യം കൊടുക്കുന്നത്, ഹാഷ് ഇൻക്ലൂഡ് stdio എന്നൊക്കെ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളായിട്ടൊരു ഹെഡർ ഫയൽ പറയുകയാണ്. If you want to use, or if you want to use the printf function, ഈ ഫംഗ്ഷൻ വേണമെങ്കിൽ
printf function, the header file stdio.h should be included. ഇപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h നമ്മൾ ചേർത്തില്ല എങ്കിൽ ഈ printf എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തില്ല. printf വർക്ക് ചെയ്യണമെങ്കിൽ ഈ stdio.h കൊടുക്കണം. ഈ ഹെഡർ ഫയലാണ് printf ഫംഗ്ഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഫോം നോക്കി എങ്ങനെയാണ് ഈ printf ഫംഗ്ഷൻ ഉൾക്കൊള്ളിക്കാനായിട്ട് ഹെഡർ ഫയൽ കൊടുക്കുന്നത്. ഹെഡർ ഫയലാണ് ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഇൻറ്റ് മെയിൻ കമ്പൽസറി വേണം. ഓപ്പണിംഗ് ബ്രേസ് അകത്താണ് ഫംഗ്ഷൻ എഴുതുന്നത്. printf ക്യാച്ച് മീ ഇഫ് യു ക്യാൻ, ഇത്രയും നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ അത്രയും പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം, ക്ലോസിംഗ് ബ്രേസ്. അപ്പോൾ ഇവിടെ ആ ഹെഡർ ഫയൽ ഹാഷ് ഇൻക്ലൂഡ് stdio.hഉം ഇൻറ്റു മെയിനും കൊടുത്തില്ല എങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഇത് പ്രിൻ്റ് ചെയ്ത് കിട്ടത്തില്ല. printf മാത്രം കൊടുത്തിട്ട് ആ വാക്ക് ബ്രാക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ ഹെഡർ ഫയൽസ് കൊടുക്കണം. ഇപ്പോൾ പറഞ്ഞതാണ്, ഇഫ് യു ട്രൈ to use printf without including the stdio.h header file, you will get an error. അതായത് stdio.h ചേർക്കാതെ printf എന്നുള്ള ഫംഗ്ഷൻ മാത്രം കൊടുത്താൽ നമുക്ക് എറർ മെസ്സേജ് കിട്ടും. നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല, പ്രിന്റ് ചെയ്യത്തില്ല, എറർ മെസ്സേജ് ആയിട്ട് മാറും. അപ്പോൾ ഒരു സ്ക്വയർ റൂട്ട് കാണുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്ക്വയർ റൂട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ് പറയുന്നത്. എക്സാമ്പിൾ, സ്ക്വയർ റൂട്ട് യൂസിങ് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ, സ്ക്വയർ റൂട്ട് പാരന്തസിസ് ഫംഗ്ഷൻ, SQRT പാരന്തസിസ് എന്ന് പറഞ്ഞാലേ അത് സ്ക്വയർ റൂട്ടിൻ്റെ ഫംഗ്ഷനാണ്. അത് ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്, അതിനകത്തുണ്ട്. അല്ലാതെ നമ്മൾ സ്ക്വയർ റൂട്ട് കാണാൻ പ്രത്യേകം ഫംഗ്ഷൻ എഴുതി കൊടുക്കണ്ട, ഇത് എടുത്താൽ മതി. സപ്പോസ് വി വാണ്ട് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം എന്ന് വിചാരിക്കുക. We can compute the square root of a number. To compute the square root of a number, we can use the SQRT parenthesis library function. അപ്പോൾ SQRT സ്ക്വയർ റൂട്ട് ആട്ടോ. SQRT പാരന്തസിസ് പറഞ്ഞാൽ ഒരു ലൈബ്രറി ഫംഗ്ഷനാണ്, സിയിലുള്ള ഒരു ലൈബ്രറി ഫംഗ്ഷനാണ്, ബിൽറ്റ് ഫംഗ്ഷനാണ്. The function is defined in the math.h header file. ഇപ്പോൾ സ്ക്വയർ റൂട്ട് വരുന്നത് math.h ഹെഡർ ഫയലാണ്. നേരെ മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ printf വരുന്നത് stdio.hലാണ്. ഇത് വരുന്നത് ഈ സ്ക്വയർ റൂട്ട് വരുന്നത് math.h ഹെഡർ ഫയലാണ് വരുന്നത്. അപ്പോൾ math ഡോട്ട് കൊടുക്കണം ഈ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ. നമ്പറൊക്കെ പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ conio.h ആണല്ലോ കൊടുത്തത്. അപ്പോൾ പ്രോഗ്രാം നോക്കിക്കേ, ഹാഷ് ഇൻക്ലൂഡ് നമ്മൾ എഴുതിയിട്ട് ചേർക്കണം. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് math.h, ഹാഷ് ഇൻക്ലൂഡ് ചേർക്കാൻ കേട്ടോ. ഹാഷ് ഇൻക്ലൂഡ് എന്ന് ചേർക്കണം. പാരന്തസിസ്, ഇൻറ്റു മെയിൻ പാരന്തസിസ് നമ്പർ റൂട്ട് SQRT number root FF, enter a number, quotation close, semicolon, parenthesis and percentage of and number, parenthesis, inputs the square root of a number and stores in the function square root number. printf നേരത്തെ printf ആകട്ടെ. നമ്പർ സ്ക്വയർ റൂട്ട് printf ആണ് കേട്ടോ. printf എന്നുള്ളത് ആ മുകളിലത്തെ ലൈനില്ലേ, ആ മെയിൻ പാരന്തസിസ് ഇൻറ്റു മെയിൻ പാരന്തസിസ് നമ്പർ റൂട്ട് printf ആണ്. printf enter number, then percentage f quotation close to and number, രണ്ട് വരയിട്ടിട്ട് inputs the square root of the number and stores in square root number parenthesis. printf square root of percentage point to f assigns percentage point to f comma number root
parenthesis, semicolon, then return 0. അപ്പോൾ കുറച്ച് സൈഡിലുള്ളതങ്ങ് പോയി. അപ്പോൾ അത് ഞാൻ സ്ക്വയർ റൂട്ടിൻ്റെ വേറെ പ്രോഗ്രാം തരാം. സ്ക്വയർ റൂട്ടിൻ്റെ ഇതിൽ ആ പ്രിൻ്റ് എഫ് എന്നുള്ളതൊക്കെ സൈഡിൽ പോയിരിക്കുക. അത് ഞാൻ സ്ക്വയർ റൂട്ട് കാണുന്ന പ്രോഗ്രാം എഴുതി തരാം. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇത് റൺ ചെയ്യുമ്പോൾ ഇനി യു റൺ ദ പ്രോഗ്രാം, ദ ഔട്ട്പുട്ട് വിൽ ബി എത്ര നമ്പർ എന്ന് ചോദിക്കും. 12 സ്ക്വയർ റൂട്ട് ഓഫ് 12.00 ഇസ് 3.46 കാണിക്കുകയും ചെയ്യും. അപ്പോൾ ആ സ്ക്വയർ റൂട്ട് പ്രോഗ്രാമിൻ്റെ ആ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ലൈൻസ് വിട്ടുപോയി, പ്രിൻ്റ് എഫ് വിട്ടുപോയിരിക്കുകയാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആയിട്ടൊന്ന് എഴുതിത്തരാം. സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ പ്രോഗ്രാം. ഇനി നമുക്ക് പറയാം ലൈബ്രറി ഫങ്ഷൻസിന് ഡിഫറെൻറ്റ് ഹെഡർ ഫയൽസ്. ലൈബ്രറി ഫങ്ഷൻസിന് ഡിഫറെൻറ്റ് ഹെഡർ ഫയൽസ്. ഹെഡർ ഫയൽസിലുള്ള പ്രധാനപ്പെട്ട ബിൽട്ടിൻ ഫങ്ഷൻസ്, ഹെഡർ ഫയൽസിൽ ഉള്ള ലൈബ്രറി ഫങ്ഷൻസാണ് പറയുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹെഡർ ഫയൽസ്, ബിൽട്ടിൻ ഫങ്ഷൻസ്? എല്ലാം ഈ പിന്നെ ഗ്രേറ്റർ ലെസ് ദാൻ സൈൻ ഡിസ്റ്റോർട്ടഡ് ബ്രാക്കറ്റിനകത്തുണ്ട്. അസേർട്ട് .h പ്രോഗ്രാം അസേർഷൻ ഫങ്ഷൻസ്, പ്രോഗ്രാം അസേർട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. പിന്നെ C ടൈപ്പ് .h ക്യാരക്ടർ ടൈപ്പ് ഫങ്ഷൻസ്. ലോക്കൽ .h ലോക്കലൈസേഷൻ ഫങ്ഷൻസ്. math .h മാത്തമാറ്റിക്സ് ഫങ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. പിന്നെ സിഗ്നൽ .h സിഗ്നൽ ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ്. സ്റ്റാൻഡേർഡ് arg.h std arg.h വേരിയബിൾ ആർഗ്യുമെൻറ്റ്സ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ്. stdio.h സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഇത് നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്നതാണ്. stdlib.h സ്റ്റാൻഡേർഡ് ലൈബ്രറി സ്റ്റാൻഡേർഡ് യൂട്ടിലിറ്റി ഫങ്ഷൻസ്. string.h സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ്. ഇനിയും ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, ലൈബ്രറി ഫങ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ തരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ആ സ്ക്വയർ റൂട്ടിൻ്റെ ആ പ്രോഗ്രാം ഒന്നുകൂടി ആവർത്തിക്കാം. അപ്പോൾ അതിന് നമുക്ക് കറക്ഷൻ വരുത്താവുന്നതാണ്. താങ്ക് യു.